إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم واضرب لهم مثلا أصحاب القرية إذ جاءها المرسلون إذ أرسلنا إليهم اثنين فكذبوهما فعززنا بثالث فقالوا إنا إليكم مرسلون. ഏറ്റവും ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഏറ്റവും നല്ല സൂക്ഷ്മതയോടുകൂടി നിലനിർത്തി ജീവിക്കണമേ എന്ന് സ്വന്തത്തെ ഓർമ്മപ്പെടുത്തുന്നത് പോലെ നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഈ ലോകത്ത് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുമ്പം അള്ളാഹുവിനെ പരിപൂർണമായി തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിക്കുവാനും ഈ ലോകത്തു നിന്ന് വിട പറയുന്ന അവസാന നിമിഷം അള്ളാഹു നമ്മെ തൃപ്തിപ്പെട്ടുകൊണ്ട് വിട പറയുവാനുള്ള മഹാ തൗഫീഖിനായി സദാ പ്രാർത്ഥിക്കുക. അള്ളാഹു സുബ്ഹാനഹു തആല അവന്റെ ഇഷ്ടദാസന്മാരിൽ നമ്മയും ചേർക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറഞ്ഞിട്ട് 14 നൂറ്റാണ്ടിനു ശേഷം ഈ ഭൂമി ലോകത്ത് ജീവിക്കുന്ന ആ മുഹമ്മദ് റസൂലുള്ളയുടെ അനുയായികളായിട്ടുള്ള ആളുകളാണ് നമ്മൾ, മുസ്ലിങ്ങളാണ് നമ്മൾ. ഈ ലോകത്ത് ഏറ്റവും ആത്മാഭിമാനത്തോടുകൂടി തല ഉയർത്തി ആരാണ് നിങ്ങളെന്ന് ചോദിച്ചാൽ ഞങ്ങൾ മുസ്ലിമാണ് എന്ന് പറയാൻ ലഭിക്കുന്ന ആ ഒരു അഭിമാനത്തെക്കാൾ വലുതല്ല മറ്റൊന്നും. അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങളായിട്ടാണ് ജീവിക്കുന്നത് എന്നതിൽ വളരെയധികം ആത്മാഭിമാനം ഉണ്ടാവേണ്ടവരാണ് നമ്മൾ. ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്തിട്ടാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 23 വർഷം
അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിനെ ആളുകൾക്ക് പഠിപ്പിക്കുന്നതിന് വേണ്ടി നിയോഗിക്കപ്പെട്ടത്. അള്ളാഹുവിനാൽ തെരഞ്ഞെടുക്കപ്പെട്ട പ്രവാചകനാണ്. ആ മുഹമ്മദ് റസൂലുള്ളാഹിക്ക് ആ ദൗത്യം പൂർത്തീകരിക്കുവാൻ അള്ളാഹുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട പ്രവാചകൻ എന്ന നിലയിലായിട്ടും വലിയ പ്രതിസന്ധികളും വലിയ പ്രയാസങ്ങളും സഹിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നത് ചരിത്രം സാക്ഷിയാണ്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഈ പരിശുദ്ധ ഖുർആനിന്റെ പ്രചരണത്തിന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആളുകൾക്ക് എത്തിക്കുന്നതിന് സഹായികളായി കൂടെ നിന്നു എന്ന ഒരു വലിയ ആരോപണം, ഒരു കുറ്റം ചുമത്തിയാണ് യാസിർ റളിയല്ലാഹു അൻഹുവിനെ പിടിച്ചു മരത്തിൽ കെട്ടിയത്. പിടിച്ചു മരത്തിൽ കെട്ടിയിട്ട് പന്തം കത്തിച്ച് ശരീരത്തെ തീ കൊണ്ട് പൊള്ളിച്ചു. എത്ര വലിയ പ്രയാസമായിരിക്കും യാസിർ റളിയല്ലാഹു അൻഹു അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാവുക. ആ രംഗം ഒന്ന് ആലോചിച്ചു നോക്കൂ. എന്താ ചെയ്ത കുറ്റം? എന്തെങ്കിലും അക്രമങ്ങൾ ചെയ്തതല്ല, മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു കുറ്റാരോപണമല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് പറയാൻ നിയോഗിക്കപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹിയെ അവർക്ക് കഴിയുന്ന തരത്തിൽ സഹായിച്ചു എന്നതാണ്. ഞങ്ങളുണ്ട് ഈ കാര്യം പ്രചരിപ്പിക്കാൻ കൂടെ എന്ന് പറഞ്ഞതിന്റെ പേരിൽ യാസിർ റളിയല്ലാഹുവിനെ പിടിക്കുകയും മരത്തിൽ കെട്ടുകയും പന്തം കത്തിച്ച് ശരീരത്തിൽ തീപ്പൊള്ളിപ്പിക്കുകയും ചെയ്തു. അവിടത്തെ കൊച്ചുകുട്ടി ആ പ്രയാസകരമായ കാഴ്ച കണ്ട് ഉറക്കെ ഒന്ന് ശബ്ദിക്കാൻ പോലും കഴിയാതെ കണ്ടു നിൽക്കുന്നുണ്ട് അമ്മാർ റളിയല്ലാഹു അൻഹു. ആ കുട്ടിയുടെ ഉമ്മയും യാസിർ റളിയല്ലാഹുവിന്റെ പ്രിയ പത്നിയുമായ സുമയ്യ റളിയല്ലാഹു അൻഹയെ അവരോടൊപ്പം നിലനിന്നു എന്നതിന്റെ പേരിൽ അവരുടെ സ്വകാര്യ ഭാഗങ്ങളിലൂടെ പോലും അതിശക്തമായിട്ടുള്ള കമ്പി പഴിപ്പിച്ച് ആ ശരീരത്തിലേക്ക് കുത്തിക്കയറ്റി അവരും ഈ ലോകത്തു നിന്ന് ഷഹീദാവേണ്ടി വന്നിട്ടുണ്ട്. ആലോചിച്ചു നോക്കൂ. ഇവർ നമ്മുടെ പ്രിയപ്പെട്ടവരല്ലേ? നമ്മൾ ഈ കാലഘട്ടത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നുവെങ്കിൽ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ വേണ്ടി ഈ ഭൂമി ലോകത്ത് അവരനുഭവിക്കേണ്ടി വന്ന ത്യാഗം, അവരനുഭവിച്ച പ്രയാസം എത്രമാത്രമായിരുന്നു എന്ന് ഓർക്കാതെ ഒരു മുസ്ലിമിനും മുസ്ലിമായി കൊണ്ട് ജീവിച്ചു മരിക്കാൻ കഴിയില്ല. ആ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആ കുടുംബത്തോട് മുഹമ്മദ് റസൂലുള്ളാഹി പറഞ്ഞത് സബ്റൻ യാ ആല യാസിർ, യാസിർ കുടുംബമേ ക്ഷമിക്കുക എന്ന് പറയാനല്ലാതെ മുഹമ്മദിനെ കൊണ്ട് മറ്റൊന്നും ചെയ്തു തരാൻ സാധിക്കുന്നില്ല. അവരും നിസ്സഹായത ഒന്നാലോചിച്ചു നോക്കൂ. ആരാണ് പ്രവാചകൻ എന്ന് കൃത്യമായി അവിടുന്ന് ബോധ്യപ്പെടണം. മുഹമ്മദ് റസൂലുള്ളാഹി എന്താണോ മുഹമ്മദ് റസൂലുള്ളാഹിയുടെ ദൗത്യം എന്തായിരുന്നു, എത്രയായിരുന്നു, എങ്ങനെയായിരുന്നു എന്ന് ഈ ഒരു ചരിത്രത്തിൽ നിന്ന് ബോധ്യപ്പെടണം. അവിടെ നിന്നാണ് ബോധ്യപ്പെടേണ്ടത്. ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും കറാമത്തുകൾ എടുത്തെറിഞ്ഞ് ആ വന്ന ശക്തികളെ ഓടിക്കാൻ പറ്റുന്ന ഒന്നും മുഹമ്മദ് റസൂലുള്ളാഹിക്ക് അവിടെ കാണിക്കാൻ സാധിച്ചിട്ടില്ല. പറഞ്ഞത് ക്ഷമിക്കുക യാസിർ കുടുംബമേ, സ്വർഗമല്ലാതെ മറ്റൊന്നും നിങ്ങൾക്കില്ല എന്ന സന്തോഷ വാർത്ത മുഹമ്മദ് റസൂലുള്ളാഹി അവരോട് പറഞ്ഞു കൊടുത്തു. അവിടെ നിന്ന് തുടങ്ങി ആ കാലഘട്ടങ്ങളിലൂടെ ആ മുഹമ്മദ് റസൂലുള്ളാഹിയെ സഹായിച്ചവരെ മുഴുവനും പരമാവധി ദ്രോഹിച്ചു, പരമാവധി പ്രതിസന്ധിയിലാക്കി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പല ആവർത്തി റസൂലുള്ളാഹിയോട് ചോദിക്കുന്നുണ്ട്, അല്ലാഹുവിന്റെ തിരുദൂതരെ, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്റെ കുടുംബക്കാർ വരുന്ന സമയത്ത് ആ കുടുംബക്കാരോട് ഞാൻ ഒന്ന് ഉറക്കെ പ്രഖ്യാപിക്കട്ടെ എന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഉണ്ടായേക്കാവുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് അവരുടെ ഹൃദയത്തിലേക്ക് കയറാൻ അവർക്ക് തടസ്സമായി നിൽക്കുന്ന, അവരുടെ ഹൃദയത്തിലെ ഒരുപാട് ശക്തികളോടുള്ള പ്രണയം, ശക്തികളോടുള്ള കടപ്പാടുകൾ, ശക്തികളോടുള്ള വിശ്വാസങ്ങൾ അവരുടെ ഹൃദയത്തെ അത്രമാത്രം വരിഞ്ഞു മുറുക്കിയത് കൊണ്ട് ആ മുഴുവൻ ശക്തികളെയും മാറ്റി നിർത്തി അതിലേക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രവേശിക്കണമെങ്കിൽ
അതത്ര എളുപ്പമല്ല എന്ന് മനസ്സിലാക്കിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഇപ്പോൾ പറയേണ്ടതില്ല, സമയമായിട്ടില്ല അബൂബക്കർ, സമയമായിട്ടില്ല എന്നാണ് പറഞ്ഞത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വല്ലാത്ത ഒരു വൈകാരികമായിട്ടുള്ള ഹൃദയം കിടന്ന് പ്രയാസപ്പെടുകയാണ്. കാരണം സ്വന്തം പിതാവ്, സ്വന്തം മാതാവ്, സ്വന്തം മാതാവിന്റെ കുടുംബാംഗങ്ങൾ, പിതാവിന്റെ കുടുംബാംഗങ്ങൾ, വേണ്ടപ്പെട്ടവർ, അവരെങ്ങാനും ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിയാതെ മുഹമ്മദുർ റസൂലുള്ള പ്രവാചകനായി വന്നതിനു ശേഷം ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിയാതെ മരണപ്പെട്ടു പോവുകയാണെങ്കിൽ എന്തായിരിക്കും അതിന്റെ ബുദ്ധിമുട്ട്, എന്തായിരിക്കും അവരുടെ അവസ്ഥ എന്ന് ആലോചിച്ച് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വല്ലാത്ത വിഷമമുണ്ടായി. നമുക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ സഹോദരങ്ങളെ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തോന്നിയ ഈ ഒരു സാഹചര്യം നമുക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ, നമ്മുടെയൊക്കെ അയൽപ്പക്കങ്ങളിൽ, നമ്മുടെയൊക്കെ മഹല്ലുകളിൽ ഇപ്പോഴും ലാ ഇലാഹ ഇല്ലല്ലാഹ് ബോധ്യപ്പെടാത്ത മുസ്ലിങ്ങളായ സഹോദരങ്ങളുണ്ട് എന്ന ഒരു യാഥാർത്ഥ്യം സത്യമായി നിലനിൽക്കുമ്പോഴും നമ്മുടെ ഹൃദയത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തോന്നിയ ഈ ഒരു പ്രയാസം നമുക്ക് എപ്പോഴെങ്കിലും അനുഭവപ്പെട്ടിട്ടുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വീണ്ടും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നിട്ട് അനുവാദം ചോദിക്കുകയാണ്. നബിയേ, എന്റെ കുടുംബക്കാരൊക്കെ വരുന്ന ദിവസമാണ്, അവിടെ ഒരുപാട് ആളുകൾ കൂടുന്ന ദിവസമാണ്, ഞാനൊന്ന് പറയട്ടെ. റസൂലുള്ളാഹി പറഞ്ഞു, ശരി, അവരോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുക. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അനുവാദം കിട്ടിയതിന്റെ സന്തോഷത്തില് തന്റെ വീട്ടിലേക്ക് പോവുകയാണ്. അവിടെ ഉമ്മയുടെ വലിയ കുടുംബങ്ങൾ, തന്റെ അയൽവാസികൾ, വേണ്ടപ്പെട്ടവരൊക്കെ വന്നുകൂടി നിൽക്കുന്ന സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടെ ഉറക്കെ പറഞ്ഞു, കൂട്ടരെ, മുഹമ്മദ് അല്ലാഹുവിന്റെ റസൂലാണ്, അല്ലാഹു അല്ലാതെ ആരാധ്യനില്ല, അതാണ് യാഥാർത്ഥ്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് പറഞ്ഞു തീരുന്നതിന് മുമ്പ് ഉത്ബ എന്ന് പറയുന്ന ഒരു സഹോദരൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മർമ്മത്ത് അടിച്ചു. ഒരൊറ്റ അടിയാണ് കിട്ടിയത്. ആ ഒരൊറ്റ അടിയിൽ ബോധം കെട്ട് വീണു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബോധം കെട്ട് വീഴുന്നത് കണ്ട് അവരുടെ ഉമ്മ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വലിച്ചു തന്റെ മടിയിൽ വെച്ചു. ആ മടിയിൽ ബോധമില്ലാതെ കിടക്കുന്ന മകനെ നോക്കി ഉമ്മ കരയുന്നുണ്ട്, വിതുമ്പുന്നുണ്ട്. അതിനിടയിൽ ഒന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഓർമ്മ തിരിച്ചു കിട്ടി. ഉടനെ ചോദിച്ചത്, ഉമ്മ, മുഹമ്മദുർ റസൂലുള്ളാഹി എവിടെയാണ്? എന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി എവിടെയാണ്? എന്നെ അടിച്ചതിന് ശേഷം ഈ ആളുകൾ റസൂലുള്ളാഹിയെ വകവരുത്തി കാണുമോ? അവരങ്ങോട്ട് പോയിട്ടുണ്ടോ? എന്താണ് എന്റെ ഹബീബിന്റെ അവസ്ഥ? ഉമ്മ പറഞ്ഞു, മോനെ, എനിക്കൊന്നും അറിയില്ല. നീ ബോധമില്ലാതെ കിടന്നപ്പോ ഈ മടിയിൽ അപ്പോ നീ കിടക്കാൻ തുടങ്ങിയതാ, ഉമ്മ എവിടെയും പോയിട്ടില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉമ്മ, നിങ്ങൾ പോകണം, എന്നെങ്ങനെ നിങ്ങൾ പ്രശ്നമാക്കണ്ട, നിങ്ങളൊന്ന് പോയിട്ട് അന്വേഷിച്ചു വരുമോ എന്റെ ഹബീബിന് എന്ത് സംഭവിച്ചു എന്ന്? ഉമ്മ പറഞ്ഞു, ഞാൻ എവിടെ പോയിട്ട് അന്വേഷിക്കും മോനെ, ആരോട് ചോദിക്കും? അവിടുന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉമ്മ, ഞാൻ ഒരാളെ നിങ്ങൾക്ക് പറഞ്ഞു തരാം, പക്ഷേ മറ്റാരോടും പറയരുത്. നിങ്ങൾ പോകുന്ന വഴി ആരോടും അത് പറയരുത്. നിങ്ങൾ ആളെ മാത്രം അന്വേഷിച്ചാൽ മതി. അവരോട് ചോദിച്ചാൽ എന്തെങ്കിലും ഒരു വിവരം കിട്ടാതിരിക്കില്ല മുഹമ്മദുർ റസൂലുള്ളാഹിയെ കുറിച്ച്. അംബിയാ ഔലിയാക്കളിൽ ഏറ്റവും ശ്രേഷ്ഠനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ എന്താ മുഹമ്മദുർ റസൂലുള്ളാഹിക്ക് സംഭവിച്ചിരിക്കുക എന്ന് പോലും ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അറിയുന്നില്ല. നമ്മുടെയൊക്കെ നാട്ടിൽ ഇപ്പോഴും ഇരിക്കുന്ന ഒരുപാട് ആളുകൾ അവകാശപ്പെടുന്നത് അവർക്കറിയാത്ത ഒന്നുമില്ല എന്നാ. എല്ലാം പറഞ്ഞു കൊടുക്കാതിരിക്കുന്ന ആളുകളാ. വെളിപാടുകൾ, വെളിച്ചപ്പാടുകൾ, അങ്ങനെ എത്ര ആളുകൾ നമ്മുടെ നാടുകളിൽ എല്ലാം പറഞ്ഞു കൊടുക്കുന്ന ആളുകൾ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുഹമ്മദ് റസൂലുള്ളാഹി എവിടെയാണെന്നോ എന്താ സംഭവിച്ചത് എന്നോ അറിയാത്ത വിഷമത്തിൽ കരയുകയാണ്. അവിടുന്ന് പറയാണ്, ഖത്താബിന്റെ മകൾ, അതേ ഖത്താബിന്റെ മകൾ ഉമറിന്റെ പെങ്ങള്, അവര് വിശ്വാസിയാണ്. ഉമ്മ, ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ച മുഹമ്മദ് റസൂലുള്ളാഹിയുടെ അനുയായിയാണ്. നിങ്ങള് അവരെ അടുത്തൊന്ന് ചെന്ന് ചോദിക്കുക, മുഹമ്മദ് റസൂലുള്ളാഹി എവിടെയാണ്? ആ ഖത്താബിന്റെ മകളെ തെരഞ്ഞു പോവുകയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ. അവിടെ ചെന്നിട്ട് ഖത്താബിന്റെ മകളോട് ചോദിച്ചു, മോളെ, എവിടെയാണ് മുഹമ്മദ് ഉള്ളത്?
ഖത്താബിന്റെ മകൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഉമ്മയാണ് എന്ന് അറിഞ്ഞിട്ടും അവർക്ക് തോന്നിയതപ്പോ മുഹമ്മദ് റസൂലുള്ളയെ ഒറ്റുകൊടുക്കാൻ മുശ്രിക്കുകൾ പറഞ്ഞയച്ചതായിരിക്കും ഇവരെ എന്നാണ്. കാരണം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഉമ്മ അപ്പോൾ വിശ്വാസിയായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഖത്താബിന്റെ മകൾ പറഞ്ഞു കൊടുത്തില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഉമ്മയോട് എവിടെയുണ്ട് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞു കൊടുത്തില്ല. അവരുടെ ആ ഒരു ജാഗ്രത നോക്കണം നിങ്ങൾ. അവരുടെ ഹൃദയത്തിൽ ആ വലിയത്തായ ആദ്യത്തെ വിശ്വാസികളിലെ ഏറ്റവും പ്രഗത്ഭയായ ബീവിയായ ആ വലിയത്തിന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയുടെ ഹൃദയത്തിൽ എന്താണ് ഉദ്ദേശം എന്ന് അറിയാൻ അവർക്ക് കഴിഞ്ഞില്ല. കൂട്ടരെ, ഇതൊക്കെ ഒന്ന് ആലോചിക്കണ്ടേ? ഇതൊക്കെ ഒന്ന് പഠിക്കണ്ടേ? ഇസ്ലാമിന്റെ എന്താണ് യഥാർത്ഥത്തിലുള്ള ഇസ്ലാം എന്ന് അറിയണ്ടേ? കാണുന്നത് മുഴുവനും പറയുന്നവർ, എന്ത് മനസ്സിൽ വെച്ചാലും അത് പുറത്തേക്ക് എടുക്കുന്നവർ, എന്തൊക്കെയാ ഇന്നത്തെ അവകാശങ്ങൾ? ഈ അടുത്താണ് ഒരു വലിയ പണ്ഡിതൻ, കേരളത്തിൽ അറിയപ്പെടുന്ന ധനാഢ്യനായ പണ്ഡിതൻ, അദ്ദേഹം വലിയ ഒരു സദസ്സിൽ, ആയിരക്കണക്കിന് ആളുകൾ ഇരിക്കുന്ന സദസ്സിൽ അദ്ദേഹം പറയാ, ഞാൻ ഒരു ദിവസം ഈ CM-ന്റെ മുമ്പിൽ ചെന്നു. അപ്പൊ CM എന്നോട് പറയാണ്, നിങ്ങൾക്ക് ഇത്ര ഉറുപ്പിക, ഇത്ര നയാ പൈസ അത് നിങ്ങൾക്ക് കടമുണ്ട് എന്ന്. ഒരു സംഖ്യ പറയാ, 2000 ഉറുപ്പിയും ഇത്ര ഉറുപ്പിയും ഇത്ര ചില്ലറ പൈസ നിങ്ങൾക്ക് കടമായിട്ടുണ്ട്. നോക്കൂ ശൈഖുന, എന്റെ കടത്തെ കുറിച്ച് എന്റെ ഹൃദയത്തിൽ എനിക്ക് മാത്രം അറിയുന്നത്. ശൈഖുന പറഞ്ഞു, എത്ര വലിയ കളവാണ് ഈ പറയുന്നത്, എന്തുമാത്രം വിഡ്ഢിത്തരമാണ് ഈ പറയുന്നത്. ഇസ്ലാമിൽ അങ്ങനെ പറയാൻ, അങ്ങനെ ഒരു ഹൃദയം അറിയാൻ ഒരു മഖ്ലൂക്കിനും കഴിയില്ല എന്ന് വിശ്വസിക്കലാണ് ഇസ്ലാം. അപ്പോഴേ മുസ്ലിം ആവുള്ളൂ. മറ്റവന്റെ ഹൃദയത്തിലുള്ളത് എനിക്ക് അറിയാന്ന് പറഞ്ഞ അവൻ കാഫറാണ്, കള്ളവാദിയാണ്, കദ്ദാബാണ്. അറിയില്ല, പറയാൻ പാടില്ല, പറയാൻ കഴിയില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഉമ്മ മുഹമ്മദുർ റസൂലുള്ളാഹി അന്വേഷിക്കുമ്പോ ഇവരുടെ അന്വേഷണത്തിന്റെ ഉദ്ദേശം എന്തെന്ന് വലിയത്തായ ആ ഖത്താബിന്റെ മകൾക്ക് മനസ്സിലായില്ല. അവര് പറഞ്ഞതുമില്ല. അവര് ചോദിച്ചു, എന്താണ് അബൂബക്കറിന്റെ സ്തുതി? അവര് പറഞ്ഞു, ഇടക്ക് ബോധം വരും, പിന്നെ ബോധം പോകും. ബോധം വരുമ്പോഴൊക്കെയും ഹബീബുല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹിയെ ചോദിക്കുക, മോളെ എനിക്ക് എന്ത് പറഞ്ഞു കൊടുക്കാൻ പറ്റും? ആ ഉമ്മയും ആ സഹോദരിയും കൂടി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ അടുത്തേക്ക് വരികയാണ്. അവിടെ വന്നപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ചോദിച്ചു, എവിടെയാണ് എന്റെ ഹബീബുല്ലാഹ്? ഞാൻ എന്റെ ഉമ്മയെ പറഞ്ഞയച്ചതാ വിവരം അറിയാൻ. അപ്പോഴവർക്ക് സമാധാനായത്, ഒറ്റുകൊടുക്കാനല്ല. ഉമ്മ ചോദിച്ചു വന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന് വേണ്ടിയിട്ടാ. അവിടെ പറയാണ്, പേടിക്കേണ്ടതില്ല, റസൂലുള്ളാഹിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. റസൂലുള്ളാഹ് അർഖം റളിയല്ലാഹുവിന്റെ വീട്ടിലുണ്ട്. നോക്കൂ സഹോദരങ്ങളെ, ഇത്ര വലിയ ത്യാഗങ്ങൾ, ആ സാഹചര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. മുഹമ്മദ് റസൂലുള്ളാഹിക്ക് പോലും ആ ആളുകൾക്കിടയിൽ നിന്ന് പ്രവർത്തിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം മക്കയിൽ ഉണ്ടായിരുന്നു എന്നത് വലിയൊരു യാഥാർത്ഥ്യമല്ലേ? അന്ന് തടസ്സം നിന്നവരുടെ അവസ്ഥ എന്തായി? അന്ന് പ്രതിരോധിച്ചവർ എവിടെ പോയി? ഇന്ന് നമ്മൾ ആ കാലത്തിന് ശേഷം 14 നൂറ്റാണ്ട് കഴിഞ്ഞ് ആ പ്രതിരോധങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചു അതിജയിച്ചു വന്ന ഇസ്ലാമിന്റെ അനുയായികളാണ് നമ്മളെന്ന് പറയുമ്പോ നമ്മൾ എന്തു പ്രവർത്തിച്ചു? നമ്മൾ എന്ത് പ്രവർത്തിക്കണം? ഞാൻ ഓതി വെച്ച ആയത്ത് പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് യാസീനിലെ അതിന്റെ 13-ാമത്തെ വചനമാണ്. നിരന്തരം നമ്മൾ കേൾക്കുന്ന ആയത്ത്, നിരന്തരം നമ്മൾ ഓതിക്കൊണ്ടിരിക്കുന്ന ആയത്ത്. ഈ ആയത്ത്, ഈ സൂറത്ത് ഏറ്റവും കൂടുതൽ ഓതുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് പോലും ഇന്ന് വരെ ഈ ആയത്തുകളുടെ അർത്ഥമൊന്നും അറിഞ്ഞ അല്ലാഹുവിനെ ആരാധിക്കാൻ സാധിച്ചിട്ടില്ല എന്നത് എത്ര വലിയ ദുഃഖകരമാണ് സഹോദരങ്ങളെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നബിയെ ഒരു കഥ, ഒരു ഉദാഹരണം ഒന്ന് നിങ്ങളുടെ മുമ്പിലുള്ള ജനതക്ക് പറഞ്ഞു കൊടുക്കൂ. എന്ത് രസകരമാണ് ആ കാര്യങ്ങളെന്നറിയോ? അല്ലാഹ് പറയാണ്, നബിയെ ഒരു ഉദാഹരണം എന്ന നിലയിൽ ആ നാട്ടുകാരുടെ കഥ ഇവർക്കൊന്ന് പറഞ്ഞു കൊടുക്കൂ. എന്താണ്? അല്ലാഹുവിന്റെ ദൈവദൂതന്മാർ, അല്ലാഹുവിന്റെ അമ്പിയാക്കൾ, അല്ലാഹുവിന്റെ മുർസലീങ്ങൾ ഒരു സ്ഥലത്തേക്ക്, ഒരു വിഭാഗത്തിലേക്ക് ചെന്നുകൊണ്ട് അല്ലാഹുവിലേക്ക് അവരെ ക്ഷണിച്ചു.
അവരെ ക്ഷണിച്ചപ്പോ ആ ആളുകൾ, അവിടെ ഉണ്ടായിരുന്ന ആളുകൾ അവരിൽ നിന്ന് ഉണ്ടായ അനുഭവം ഒന്ന് പറഞ്ഞു കൊടുക്കൂ എന്ന് പറയാണ്. ഇത് അർസൽനാ ഇലൈഹിം ഇത്നൈനി ഫകദ്ദബൂഹുമാ ഫഅസ്സസ്നാ ബിസാലിസിൻ ഫഖാലൂ ഇന്നാ ഇലൈക്കും മുർസലൂൻ. ആ ജനതയിലേക്ക് അവരെ 2 ദൈവദൂതന്മാരെ അല്ലാഹു അയച്ചു. അപ്പോൾ അവരിരുവരെയും ആ ജനത സ്വീകരിച്ചില്ല, തള്ളിപ്പറഞ്ഞു. അവരെ തള്ളിപ്പറഞ്ഞപ്പോ അല്ലാഹു സുബ്ഹാനഹു തആല 3ാമതൊരാളെ കൂടി അവർക്ക് കൂടെ അയച്ചു കൊടുത്തു. ഒരാളെയും കൂടി റസൂലായിട്ട് അല്ലാഹു അവരിലേക്ക് അയച്ചു കൊടുത്തു. അവർക്ക് പിൻബലമേകി. ആ 2 പ്രവാചകന്മാർക്ക് ഒരാളെ കൂടി അയച്ചു കൊടുത്തു, അവർക്ക് പിൻബലമേകി. അങ്ങനെ അവരെല്ലാം ആവർത്തിച്ചു പറഞ്ഞു ആ ജനങ്ങളോട്, എന്താ? ഇന്നാ ഇലൈക്കും ലമുർസലൂൻ, നിങ്ങളുടെ അടുത്തേക്ക് അയക്കപ്പെട്ട ദൈവദൂതന്മാരാണ് ഞങ്ങൾ എന്ന് അവര് പറഞ്ഞു. അത് കേട്ട ജനത പറഞ്ഞു, ഖാലൂ മാ അൻതും ഇല്ലാ ബശറും മിസ്ലുനാ വമാ അൻസലർ റഹ്മാനു മിൻ ഷൈഇൻ ഇൻ അൻതും ഇല്ലാ തക്ദിബൂൻ. നിങ്ങൾ ഞങ്ങളെപ്പോലെയുള്ള മനുഷ്യര് മാത്രമാണ്. നിങ്ങള് ഈ പറയണ പോലെ അള്ളാഹ് ഒന്നും പറഞ്ഞിട്ടില്ല, നിങ്ങൾ വെറുതെ കളവ് പറയണം. നിങ്ങൾ ഈ പറയണ പോലെ ഒന്നും അല്ല, നിങ്ങൾ ഈ പറയണത് കളവാണ് എന്ന് അവര് പറഞ്ഞപ്പോ ആ പ്രവാചകന്മാർ അവര് തിരിച്ചു പറഞ്ഞു, ഖാലൂ റബ്ബുനാ യഅലമു ഇന്നാ ഇലൈക്കും ലമുർസലൂൻ. അല്ലാഹുവിനറിയാം ഞങ്ങൾ നിങ്ങളിലേക്ക് അയക്കപ്പെട്ട മുർസലീങ്ങളാണ്, ദൈവദൂതരാണ് എന്ന്. വമാ അലൈനാ ഇല്ലൽ ബലാഉൽ മുബീൻ, ഈ സന്ദേശം വ്യക്തമായി എത്തിച്ചു തരുന്നതിൽ കവിഞ്ഞ ഒരു ഉത്തരവാദിത്വവും ഞങ്ങളിലില്ല. അല്ലാഹു ഞങ്ങളിലേക്ക് നിയോഗിച്ച, ഞങ്ങളോട് കൽപ്പിച്ച ഈ ഒരു ദൗത്യം നിങ്ങളെ പറഞ്ഞു കേൾപ്പിക്കുക എന്നല്ലാത്ത ഒരു ഉത്തരവാദിത്വവും ഞങ്ങൾക്കില്ല. മുഴുവൻ പ്രവാചകന്മാരും പറഞ്ഞൊരു വർത്തമാനം ഇതാ. മുഹമ്മദ് റസൂലുള്ള മുതൽ അതിനു മുമ്പ് കഴിഞ്ഞുപോയ മുഴുവൻ പ്രവാചകന്മാരും പറഞ്ഞെന്ന, നിങ്ങളിൽ നമുക്ക് പ്രത്യേകമായിട്ടൊരു ഉത്തരവാദിത്വം ഇല്ല, നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞു തരിക എന്നതും മാത്രമാണ് അല്ലാഹു ഞങ്ങളിലൂടെ ആവശ്യപ്പെട്ടിട്ടുള്ളത്, ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ളത്. അത് എത്തിച്ചു തരിക എന്നത് മാത്രമാണ് ഞങ്ങളുടെ ഉത്തരവാദിത്തം. ഖാലൂ ഇന്നാ തതയ്യർനാ ബികും ലഇൻ ലം തൻതഹു ലനർജുമന്നകും വലയമസ്സന്നകും മിന്നാ അദാബുൻ അലീം. ഇതൊരു ശ്രദ്ധേയമായ ഒരു വാക്കാണ്. ഇങ്ങനെ ഞങ്ങൾ അല്ലാഹുവിന്റെ ദീന് പറഞ്ഞുതരാൻ വന്നവരാണ് എന്ന് പറഞ്ഞപ്പോ ആ ജനത അവിടെ മറുപടി പറഞ്ഞത് എന്താണെന്നറിയോ? തീർച്ചയായും ഞങ്ങൾ നിങ്ങളെ ദുശ്ശഗുണമായാണ് കാണുന്നത്. അന്ന് ദുശ്ശഗുണം എന്ന് പറഞ്ഞാൽ അന്ന് അവരുടെ ഇടയിലുള്ള ഒരു വെടക്കാക്കണ വർത്താനം. ദുശ്ശഗുണം എന്നാൽ ഒരു വെടക്കാക്കണം. ഇന്ന് അതെന്താ പറഞ്ഞറിയോ? നിങ്ങൾ മുബത്തദികളാണ്, തീർച്ചയായിട്ടും നിങ്ങൾ മുബത്തദികളാണ്, നിങ്ങളെ ഞങ്ങൾ സ്വീകരിക്കൂല എന്ന് ഇന്ന് ഈ ദുശ്ശഗുണം എന്ന് പറയുന്ന വർത്താനം അതിന്റെ നേരെ വേറെ ഇന്ന് നടക്കുന്ന വർത്താനം ഇന്ന് പറയാം, അന്ന് നടക്കുന്ന വർത്താനം അന്ന് പറയാം. ഓരോ കാലഘട്ടത്തിലും ജനതക്കിടയിൽ പറഞ്ഞു പ്രചരിപ്പിക്കുന്ന നിലനിൽക്കുന്ന വർത്തമാനത്തെ ഖുർആൻ അതുപോലെ എടുത്തു കൊടുക്കുന്നുണ്ട്. അത് വലിയൊരു അത്ഭുതം. ഈ ഖുർആന്റെ വായനയിൽ കിട്ടുന്ന ഒരുപാട് ഒരു അത്ഭുതകരമായിട്ടുള്ള അറിവുകളിൽപ്പെട്ട ഒന്നാണ് അത്. നിങ്ങളിൽ ഈ ദൂതന്മാരിൽ ഞങ്ങൾ ദുശ്ശകുനം കാണുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശരിയായ കൂട്ടരല്ല എന്ന് പറഞ്ഞു ഒഴിഞ്ഞു മാറുക. അവിടെ ആ ആളുകള് എന്ത് പറഞ്ഞു? ഉറപ്പായും ഞങ്ങൾ നിങ്ങളെ എറിഞ്ഞാട്ടും. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ വന്നവരാരെയും ഇങ്ങോട്ട് പോയി ഇങ്ങോട്ട് ഇവിടുന്നാട്ട് കുറച്ചായിട്ട് പറയും, ഇവിടുത്തെ ജനങ്ങളൊന്നും മനസ്സിലാക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആരും കൂടെ നിന്നിട്ടില്ല. എവിടെയും അതിൻ്റെതായിട്ടുള്ള പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്, ഇന്നും അത് നിലനിൽക്കുന്നുണ്ട്. അവിടുന്ന് അവര് പറഞ്ഞു, ഞങ്ങള് നിങ്ങളെ എറിഞ്ഞു വിടുന്നത് ശരിയാക്കൂട്ടോ, അല്ല നിങ്ങൾ നല്ല ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്ന് പറഞ്ഞു. നല്ല അടിയിട്ടു. അവിടുന്ന് ആ ദൈവദൂതന്മാർ അവരോട് വീണ്ടും മറുപടി പറഞ്ഞു, നിങ്ങൾ ഈ പറയുന്ന ഈ ദുശ്ശകുനം എന്ന് പറയുന്ന ആ സംഗതി ഉണ്ടല്ലോ, അത് ഞങ്ങളിലല്ല, നിങ്ങളിൽ തന്നെയാണ് എന്ന്. അപ്പൊ ദുശ്ശകുനം കണ്ടൊന്ന് ഈ പ്രവാചകന്മാരവിടെ വകവെച്ചു കൊടുത്തതാ.
ഇനി നാളെ പിറ്റേന്ന് ഖുർആനിൽ ദുശകുനം ഉണ്ടല്ലോ, അതുകൊണ്ട് അതുണ്ട്, അത് നോക്കിയിട്ട് പുറത്തിറങ്ങിയാൽ മതി എന്ന് പറയോ? ഇപ്പൊ ചില പുത്തൻവാദികൾ പറഞ്ഞു വരുന്നത് പോലെ ഖുർആനിലില്ലേ, പ്രവാചകന്മാർ പറഞ്ഞില്ല ആർക്കും ആ ദുശകുനം നിങ്ങളെടുത്ത് തന്നെയാണെന്നല്ല, ഇല്ലാത്തൊരു ദുശകുനം പ്രവാചകന്മാർ അങ്ങനെ ഉണ്ട് എന്ന് പറയോ? എന്തോ ഒരു തഫ്സീറിലില്ലേ എന്ന് പറഞ്ഞ് ഇനി എന്നാ വരികയെന്ന് അറിയില്ല, വരും. അങ്ങനെയാണ് സാഹചര്യങ്ങൾ, ശ്രദ്ധിക്കണം. അത് ഇവിടെ പറയുന്ന അറിയോ, നിങ്ങൾ ഈ പറയുന്ന ഈ പുത്തൻവാദവും ഇതൊക്കെ സത്യത്തിൽ ആരെടുത്തുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കുകയാണ്. മുബത്തദികൾ എന്ന അള്ളാഹുവിന്റെ ദീനിനെ പരിചയപ്പെടുന്ന ആളുകളെ വിളിക്കുന്ന ആളുകളുടെ സ്ഥിതി എന്താ? ബിദ്അത്തുകൾ കൊണ്ട് നടക്കാൻ വയ്യാത്ത അവസ്ഥ. ഒരു ദിവസം ഒരു ബിദ്അത്ത് എന്നാണ് ഇപ്പൊ നടക്കുന്നത്. ഒരു ദിവസം ഒരു ബിദ്അത്ത് പുതിയത് ഉണ്ടാക്കണം. അങ്ങനെയാണ്. അങ്ങനത്തെ ബിദ്അത്തുകൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ആളുകളാണ് ഒരു ബിദ്അത്തും ചെയ്യാത്ത ആളുകളെ നിങ്ങൾ മുബ്തദിഅകളാണ്, ബിദ്അകളാണ് എന്ന് പറഞ്ഞിട്ട് ആരോപിക്കാറുള്ളത്. അതേ ഒരു കാഴ്ചപ്പാടിൽ വരും ആ പ്രവാചകന്മാർ പറയാ, കൂട്ടരെ നിങ്ങൾ ഈ പറയുന്ന ആ ദുശ്ശകുനം മഅകുമ നിങ്ങളോടൊപ്പമാണ്, നിങ്ങളോടൊപ്പമാണ്. നിങ്ങൾക്ക് ഉത്ബോധനം നൽകിയതിനാലാണോ ഇതൊക്കെ ഞങ്ങൾ കേൾക്കേണ്ടി വരുന്നത്? എങ്കിൽ നിങ്ങൾ വല്ലാതെ പരിധി വിട്ട ജനത തന്നെ. നമ്മൾ എന്തേ പറഞ്ഞോളൂ കൂട്ടരെ, നമ്മെ സൃഷ്ടിച്ച സൃഷ്ടാവ് അള്ളാഹു മാത്രമാണ്. അവനെ മാത്രം ആരാധിക്കുക, അവനെ മാത്രം വഴിപ്പെടുക, അവനോട് മാത്രം സഹായം ചോദിക്കുക. ഇത് അള്ളാന്റെ ദീന് കൽപ്പിച്ച സംഗതിയാ. അതിനപ്പുറമുള്ളതോ ദീനിന് വിരോധിച്ച സംഗതിയുമാണ് അള്ളാഹല്ലാത്തവരോട് തേടുക എന്നത്. എന്നാലും അത് പറയുമ്പോൾ അത് പെട്ടെന്ന് സ്വീകരിക്കുക എന്നത് ആ ജനത്തിന് സാധിച്ചില്ല. ആ സമയത്ത് ഈ മൂന്ന് പ്രവാചകന്മാരും ഇങ്ങനെ ഈ ജനങ്ങളോട് ഇങ്ങനെ സംവദിച്ചു കൊണ്ടിരിക്കുമ്പോ അവരെ എതിർത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ പട്ടണത്തിന്റെ അങ്ങേ അറ്റത്ത് നിന്ന് ഒരാൾ ഓടി വരികയാണ് ഇവരുടെ ഈ സംസാരത്തിൽ കൂടെ നിൽക്കാൻ. എന്നിട്ട് വന്ന ആള് പറയാ, ഈ ആളുകൾ പറയണ നിങ്ങളൊന്ന് കേൾക്കിട്ടോ, ഇവര് പറയണ നിങ്ങളൊന്ന് കേൾക്കി, എന്നെയും നിങ്ങളെയൊക്കെ സൃഷ്ടിച്ച സൃഷ്ടാവിലേക്കല്ലേ ഇവർ ക്ഷണിക്കുന്നത്, നിങ്ങൾക്ക് ഒന്ന് കേട്ടൂടെ? ഒരു മനുഷ്യൻ അത്രേ പറഞ്ഞുള്ളൂ അവരോട്. ആ വന്ന മനുഷ്യനെ അവരെന്ത്, ഇത്തബിഉമല്ല യസ്അലുക്കും അജ്റൻ വഹും മുഹ്തദൂൻ. നിങ്ങളുടെ സമ്പത്തിനെ അവർ ചോദിക്കണില്ലല്ലോ, നിങ്ങളെ സമ്പത്തിനെ വിഹിതം അവർ ചോദിക്കുന്നില്ല. അവര് പറഞ്ഞെന്താണ് പറഞ്ഞത്? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോ നിങ്ങളെ സൃഷ്ടിച്ച സൃഷ്ടാവിനെ അറിഞ്ഞുകൊണ്ട് ജീവിക്കുക, അത് അള്ളാഹുവിൽ നിന്ന് കിട്ടുന്ന വഹയി നിങ്ങൾക്ക് തരാ. ഇത്രയല്ലേ അവർ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് അവരെ നിങ്ങൾക്കൊന്ന് കേട്ടൂടെ എന്നൊരു മനുഷ്യൻ വന്ന് ചോദിച്ചു. ആരാണോ എന്നെ സൃഷ്ടിച്ചത് അവനിലേക്കാണോ നിങ്ങൾ തിരിച്ചു ചെല്ലേണ്ടത്? ആ അള്ളാഹുവെ വഴിപ്പെടാതിരിക്കാൻ എനിക്കെന്തു ന്യായം? ആ വന്ന മനുഷ്യൻ ചോദിക്കുകയാണ്, നമ്മളെ സൃഷ്ടിച്ച സൃഷ്ടാവിനെ ആരാധിക്കാതിരിക്കാൻ എന്ത് ന്യായ നമുക്കുള്ളത്? ആ ചോദിച്ച മനുഷ്യനെ എന്തുണ്ടായി? ഈ ഒരു ദിന റഹ്മാനു ബിദുരില്ലാ തുഅനി അന്നി ശഫാഅതുഹും ശൈഅൻ വലാ യുൻഖിദൂൻ. അദ്ദേഹം പറയൂ, അവനെയല്ലാതെ മറ്റുള്ളവയെ ഞാൻ ദൈവങ്ങളായി എന്തിന് സ്വീകരിക്കണം? ആ പരമകാരുണ്യകൻ എനിക്ക് വല്ല വിപത്തും വരുത്താൻ ഉദ്ദേശിച്ചാൽ ആ വിപത്തിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്താൻ നിങ്ങൾ ഈ പറയപ്പെടുന്ന ഏതെങ്കിലും ഒന്നിനെ കൊണ്ട് കഴിയൂല. അതൊക്കെ നിസ്സഹായരാ, ഒന്നിനും പറ്റാത്തവരാ. നിങ്ങൾ ഈ ആരാധിക്കുന്നതിനൊന്നും എന്റെ എന്തെങ്കിലും പ്രശ്നം തീർക്കാൻ കഴിയില്ല. അതാണ് അള്ളാഹുവിനെ മാത്രമേ കഴിയുള്ളൂ. തൗഹീദാണ് പറഞ്ഞു ആ മനുഷ്യൻ ഈ മൂന്ന് പ്രവാചകന്മാരോട് ഒപ്പം നിന്നുകൊണ്ട്. ഇനി ഇതല്ല ഫീ ളലാലിൻ മുബീൻ, അങ്ങനെ ചെയ്താൽ ആ സൃഷ്ടാവിനെ ഒഴിവാക്കി നിങ്ങൾ ഈ പറഞ്ഞതിന്റെ കൂടെ കൂടിയാൽ ഞാൻ അങ്ങേ അറ്റം വഴിപഴച്ചവനായിട്ട് പോകും എന്ന് പറഞ്ഞു. ഇനി ആമൻതു ബി റബ്ബിക്കും ഫസ്മഊൻ, തീർച്ചയായും ഞാൻ നിങ്ങളുടെ നാഥനിൽ വിശ്വസിച്ചിരിക്കുന്നു, അതിനാൽ നിങ്ങൾ എന്റെ വാക്കൊന്ന് കേൾക്കണം. നമ്മുടെ സൃഷ്ടാവിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു, ഞാൻ ഈ പറഞ്ഞതും കൂടി ഇവർ ഈ പറഞ്ഞതുപോലെ നിങ്ങളൊന്ന് കേൾക്കണം എന്ന് പറഞ്ഞു. അത് പറഞ്ഞതിന് ശേഷം പിന്നെ ആയത്ത് വരുന്നത് ഖീല ദഖുലിൽ ജന്ന. ആ മൂന്നാമത് ഓടി വന്ന മനുഷ്യണ്ടല്ലോ, അയാളോട് അല്ലാഹു പറയാ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചോ എന്ന്. അപ്പൊ എന്താ ഉണ്ടായി? ഇത് പറഞ്ഞു തീർന്നപ്പോ ആ ചെങ്ങായിനെ അവര് കൊന്നിക്കണു. ആ പറഞ്ഞു വന്ന ആളെ ഒരു ശരിയാക്കി, അയാൾ മരിച്ചു, അയാൾ ഷഹീദായി. അള്ളാഹു ആ മനുഷ്യനോട് പറയാണ്, ഖീല ദഖുലിൽ ജന്ന, നീ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചോ. ഖാല യാ ലൈത ഖൗമി യഅലമൂൻ. അള്ളാഹു ഈ ഒരു വർത്തമാനം പറഞ്ഞതിന്റെ പേരിൽ എന്റെ ജീവൻ നഷ്ടപ്പെട്ടപ്പോ റബ്ബ് എനിക്ക് നൽകിയ ഈ സ്വർഗത്തിന്റെ മഹാത്ഭുതം എന്നെ കൊന്ന ജനതയൊന്ന് അറിഞ്ഞിരുന്നെങ്കിൽ. അപ്പോഴും ആ മനുഷ്യന് നസീഹത്ത.
എന്നെ കൊന്ന് ഈ സ്വർഗത്തിലേക്ക് എത്താൻ എന്റെ റബ്ബ് എന്നോട് സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു എന്ന് പറഞ്ഞത് എന്റെ ജനത അറിഞ്ഞിരുന്നെങ്കിൽ എന്റെ എല്ലാ പാപങ്ങളും പുറത്തു എന്നെ അല്ലാഹു അഥവാ എന്റെ നാഥൻ എനിക്ക് മാപ്പേകിയതും എന്നെ ആദരണീയരിൽ ഉൾപ്പെടുത്തിയതും എന്റെ ജനത അറിഞ്ഞിരുന്നെങ്കിൽ. സഹോദരങ്ങളെ, നമ്മൾ നിരന്തരം ഓതുന്ന സൂറത്ത്, അതിൽ ഇത്തരത്തിൽ ഈ ആയത്ത് ഇങ്ങനെ പറഞ്ഞു വരുന്നുവോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ ജീവിതത്തിൽ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി നമ്മൾ ആരോടെങ്കിലും പ്രേരിപ്പിച്ചിട്ടുണ്ടോ? നമ്മുടെ പ്രേരണ ഉണ്ടായിട്ടുണ്ടോ? നമുക്ക് സ്വന്തം ഒരു തോന്നൽ ഉണ്ടായിട്ടുണ്ടോ? പലപ്പോഴും നമ്മളത് ആലോചനയിൽ നിന്ന് വിട്ടുപോകുന്നുണ്ടോ? അത് വിട്ടുപോകരുത്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും മർമ്മമായ, നമ്മൾ നമസ്കാരം നിലനിർത്തുന്നത് പോലെ, റമളാനിനെ കാത്തിരിക്കുന്നത് പോലെ, ആ നോമ്പ് നോൽക്കുന്നവരോടൊപ്പം നോമ്പ് നോൽക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മാറ്റി നിർത്താൻ പറ്റാത്ത ഒന്നാണ് ഈ ദഅവത്ത്, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എത്തിക്കുക എന്നത്. അതുകൊണ്ട് പരമാവധി അതിനുവേണ്ടി പരിശ്രമിക്കണം. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فاتقوا الله عباد الله. സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്താൻ. പരിശുദ്ധ ഖുർആനിൽ ധാരാളം സന്ദർഭങ്ങളിൽ ഇത് എത്തിച്ചു കൊടുക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. ബയാനുൽ ലിന്നാസ്, ഇത് മനുഷ്യർക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടാനുള്ളതാണ് പരിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് തന്നെ ഈ ഖുർആനിലുള്ള കാര്യങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ തുറന്നു പറയുക എന്നത് ഏതു കാലഘട്ടത്തിലും മുവഹിദുകളായ ആളുകൾ നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ആയതുകൊണ്ട് അതിനുവേണ്ടി നമ്മൾ പരമാവധി ഒരുങ്ങണം. നമ്മൾ അമാന്തം കാണിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് വലിയ തിരിച്ചടിയിലേക്കാണ് പോകുന്നത്. ഒരുപാട് ചരിത്രങ്ങൾ നമ്മുടെ മുമ്പിൽ നമ്മളെ അത് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ആ ഓർമ്മപ്പെടുത്തലുകൾ നമുക്ക് പാഠമാവണം. പിന്നീട് നമ്മൾ സംഭവിച്ചു പോയല്ലോ എന്ന് പറഞ്ഞ് മാറി നിന്നിട്ടൊരു കാര്യവും ഉണ്ടാവില്ല. അതുകൊണ്ട് തുടക്കം മുതൽ ഈ കാര്യങ്ങൾ കൃത്യമായി പറയാൻ, അത് സംഘടിപ്പിക്കാൻ, അവിടെ എത്താൻ നമ്മുടെ കുടുംബത്തോട് പറയണം. ഇത് കേൾക്കണം. നമ്മൾ ഒന്ന് കേട്ടുനോക്കി. നമ്മുടെയൊക്കെ കുടുംബത്തിൽ തന്നെ വിശ്വാസങ്ങളിൽ ഒരുപാട് വൈകല്യങ്ങൾ ഉണ്ടാവും, ഒരുപാട് കുറവുകൾ ഉണ്ടാവും. പ്രത്യേകിച്ച് പലതരത്തിലുള്ള വർത്തമാനങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ നിരന്തരം കേൾക്കുകയാണ്, പലതരത്തിലുള്ള വർത്തമാനങ്ങൾ. അപ്പൊ അതിനിടയിൽ വസ്വാസിലായിട്ടുണ്ട് മുജാഹിദുകൾ പോലും. അതൊരു യാഥാർത്ഥ്യമാണ്. മുജാഹിദുകൾ പോലും വസ്വാസിൽ തശ്വീഷ് ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്ന് കൃത്യമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്തെന്ന് പറയാൻ ഇൻഷാ അല്ലാഹ് വരുന്ന ദിവസം 15-ാം തീയതി നമ്മുടെ ഈ അടുത്ത പ്രദേശത്ത് വെച്ച് തന്നെ, ചെനക്കൽ വെച്ച് തന്നെ ഇബ്രാഹിം ബുസ്താനിയുടെ ഒരു പ്രഭാഷണം നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട് ഫെബ്രുവരി 15-ന്. നിങ്ങൾ കുടുംബത്തോടൊപ്പം അവിടെ വന്നിട്ട് ആ പ്രഭാഷണം കേൾക്കണം. വളരെ കൃത്യമായിട്ട് തൗഹീദ് വളരെ കൃത്യമായിട്ട് പറയുന്ന ഒരു ഒരു പരിപാടിയാണ് അതെന്ന് ഉറപ്പാണ്. അവിടെ നിന്ന് നിങ്ങൾക്ക് ഖുർആനും റസൂലുള്ളാഹിയുടെ സുന്നത്തുമല്ലാതെ മറ്റൊന്നും നിങ്ങൾക്ക് കേൾക്കേണ്ടി വരില്ല. ആയതുകൊണ്ട് ആ ഒരു കാര്യത്തിലേക്ക് നമ്മൾ പരമാവധി പരിശ്രമിച്ചിറങ്ങണം. നമ്മുടെ എല്ലാം സാന്നിധ്യം അവിടെ ഉണ്ടാവണം. നമ്മൾ ഇന്ന് ജുമുഅക്ക് വന്നത് ഇത് നമ്മുടെ ഒരു നിർബന്ധ ബാധ്യത എന്ന ഒരു ഉറപ്പിലാണല്ലോ. തീർച്ചയായിട്ടും അതങ്ങനെ തന്നെയാണ്. ഫർള് ഐനായിട്ടുള്ള ജുമുഅ എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരും നിർവഹിക്കേണ്ടുന്ന പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ആരാധനയാണ്. ഇതുപോലെ തന്നെ നമ്മളിൽ നിർബന്ധമായിട്ടുമുള്ളതാണ് അള്ളാഹുവിന്റെ ദീനിനെ ഓരോ കാലഘട്ടങ്ങളിലും ദഅവത്ത് ചെയ്യുക എന്നത്. അതിലേക്ക് നമ്മുടെ സഹായങ്ങൾ, നമ്മുടെ സഹകരണങ്ങൾ, നമ്മുടെ സാന്നിധ്യം വളരെ പ്രാധാന്യത്വമുള്ളതാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين آمين برحمتك يا أرحم الراحمين.